Hello students, welcome back to 𝗬𝗵𝘃 exam. So today in our video we are going to discuss a very important case study based question from our chapter applications of trigonometry. Okay, so നമ്മൾ introduction to trigonometry എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുമുള്ള 2 mark and 3 mark level of questions നമ്മുടെ previous videos കണ്ടിരുന്നു. So അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ we will provide you with the link. Okay, so അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ applications of trigonometry എന്ന് പറയുന്ന ചാപ്റ്ററിലെ one of the important case study based question. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയാകും നമുക്ക് ആ ഒരു ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാനായിട്ട് ഒരു തുടക്കം മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ. So let's get started. So this is a question and this question is based on a fire incident. Okay, so നമുക്ക് നോക്കാം. There is a fire incident in the house. Okay, വീട്ടിൽ എന്തായി ഒരു തീപിടുത്തം ഉണ്ടായി and the house door is locked, so the fireman is trying to enter the house from the window. Okay, അപ്പോൾ എന്താണ് നമ്മുടെ ഡോർ ഒക്കെ ലോക്ക് ആയതുകൊണ്ട് ഫയർമാൻ എന്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു? ആ ഹൗസിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തിലൂടെയാണ്? Through the window. Okay, and he places the ladder against the wall. Okay, എന്ത് ചെയ്യുന്നു? Wall, ഇതാണ് നമ്മുടെ wall. കാണാലോ, ഈ wallന് against ആയിട്ട് എന്ത് ചെയ്യുന്നു? ദാ ഇവിടെ ladder place ചെയ്യുന്നുണ്ട്. Okay, ladder place ചെയ്യുന്നു such that it top reaches the window as shown in the figure. അതിന്റെ ടോപ്പ് എന്ത് ചെയ്യണം? ആ വിൻഡോയിലേക്ക് എത്തണം. ഓക്കെ, ആ രീതിയിലാണ് ഫയർമാൻ എന്ത് ചെയ്യുന്നത്? ലാഡർ പ്ലേസ് ചെയ്യുന്നത്. അതായത് എന്താണ്ടായി? ഒരു വീട്ടിൽ തീപിടുത്തം ഉണ്ടായി, ആ വീടിന്റെ ഡോർസ് എല്ലാം ലോക്ക്ഡ് ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫയർമാൻ അതിലേക്ക് കയറാൻ പറ്റുന്നില്ല. സോ ഹിസ് ഓപ്ഷൻ ഇസ് ദാറ്റ് എന്താണ്? പ്ലേസ് എ ലാഡർ അഗെയിൻസ്റ്റ് എ വാൾ. ഓക്കെ, ആൻഡ് ആ ലാഡർ എന്ത് ചെയ്യണം? നമ്മുടെ വിൻഡോയിലേക്ക് റീച്ച് ചെയ്യണം ലൈക്ക് ദിസ് ഫിഗർ. ഓക്കെ, ആ ഫിഗർ നല്ല ക്ലിയർ ആയിട്ട് കാണാമല്ലോ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസുമായിട്ട് ബേസ് ചെയ്ത് നമ്മളോട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്ന്. Based on the above information, answer the following questions. Sure. Okay, so this is the question. If window is 6 meter above the ground, വിൻഡോ എന്താണ്? ആ ഗ്രൗണ്ടിൽ നിന്നും 6 meter, ഓക്കെ 6 meter ഉയരത്തിലാണെങ്കിൽ and the angle made by the foot of the ladder to the ground is 30 degree. ഓക്കെ, ഈ ലാഡറിന്റെ ഫുട്ട് ഓക്കെ ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ് എന്നാണ് നമ്മളോട് പറയുന്നത്. Then the length of the ladder is dash. അങ്ങനെയാണെങ്കിൽ ഈ ലാഡറിന്റെ ലെങ്ത് എന്താണ്? So here is our situation. Okay, അപ്പോൾ നമ്മളോട് എന്താ പറയുന്നത്? ഈ ഫയർമാൻ എന്ത് ചെയ്യുന്നു? ഈ വീട്ടിന്റെ വിൻഡോയിലൂടെ എന്ത് ചെയ്യാനായിട്ട് പോയാണ്? അവിടേക്ക് കയറാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഫയർമാൻ ആ വാളിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ലാഡർ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ പ്ലേസ് ചെയ്ത രീതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് വിൻഡോ ഗ്രൗണ്ടിൽ നിന്നും 6 meter ഉയരത്തിലും ഓക്കെ ഇയാള് ലാഡർ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഗ്രൗണ്ടുമായിട്ട് 30 ഡിഗ്രി ആംഗിൾ വരത്തക്ക രീതിയിലുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ ലാഡറിന്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം എന്താണ്? ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി ആണ്. സോ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ദർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കുകയാണ്. നോക്കേ, സപ്പോസ് ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഹിയർ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇത് നമ്മുടെ വിൻഡോ. ഓക്കെ, ഇത് വിൻഡോ ആണ് ആൻഡ് ഇതെന്താണ്? നമ്മുടെ ഗ്രൗണ്ട് ആണ്. ഓക്കെ, ഗ്രൗണ്ട് ആണ് ഇത് ആൻഡ് ഇത് നമ്മുടെ ലാഡർ ആണ്. ഓക്കെ, ലാഡർ ഇതാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് എ വിൻഡോ ആൻഡ് ഇത് എന്താണ്? ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഈ വിൻഡോയിലേക്ക് ഫയർമാൻ ചരിച്ചു വെച്ചിരിക്കുന്ന ഈ ലാഡർ ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ്. ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ തന്നിട്ടുള്ളത് ആ ഒരു വിൻഡോ എവിടാണ്? ഗ്രൗണ്ടിൽ നിന്നും 6 meter ഉയരത്തിലാണ് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ആ ലാഡറിന്റെ നീളം നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ വിൻഡോ എന്താണ്? ഗ്രൗണ്ടിൽ നിന്നും 6 meter ഹൈറ്റിലാണുള്ളത്. ഓക്കെ, ആൻഡ് ദ ലാഡർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ഗ്രൗണ്ടുമായിട്ട് ഒരു 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ട്രയാംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ, സോ ഇൻ right angle triangle and the name is WGL. Okay, നിങ്ങൾക്ക് ABC എന്ന് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ XYZ. Okay, your option there. Okay, ഈ രീതിയിൽ കൊടുത്താൽ
എനിക്ക് എന്ത് അപ്ലൈ ചെയ്യാം അവിടെ? നിങ്ങൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ച് എപ്പോഴും ആലോചിക്കുക, രണ്ട് ആൾക്കാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺ ഇസ് പൈതഗോറസ് തിയറം ആൻഡ് അതർ വൺ ഇസ് trigonometry. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ യു ആർ പ്രൊവൈഡഡ് വിത്ത് an angle other than the 90-degree angle. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി അല്ലാത്ത മറ്റൊരു ആംഗിളും തന്നിട്ടുണ്ട്, ഒരു സൈഡും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ട്രിഗണോമെട്രി ആണ്. പൈതഗോറസ് തിയറം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ഇഫ് യു ആർ പ്രൊവൈഡഡ് വിത്ത് ദ ഡയമെൻഷൻസ് ഓഫ് ടു ഓഫ് ദ സൈഡ്സ്, ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ മെഷർമെന്റ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് പൈതഗോറസ് തിയറം ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. പക്ഷെ ട്രിഗണോമെട്രി ആണെന്നുണ്ടെങ്കിലോ ദ ഫിഗർ ഷുഡ് പ്രൊവൈഡ് യു വിത്ത് an angle other than the 90-degree angle. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അകത്ത് 90 ഡിഗ്രി അല്ലാത്ത മറ്റൊരു ആംഗിളും തന്നിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ മെഷർമെന്റ് ഓഫ് ദ റിമൈനിങ് സൈഡ്സ് there. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട എന്താണ്? ഈ ലാഡറിന്റെ ലെങ്ത് ആണ് അല്ലെ. ലാഡറിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്ക് 90 ഡിഗ്രി അല്ലാത്ത ഒരു ആംഗിളും ഉണ്ട്, വൺ ഓഫ് ദ സൈഡും ഉണ്ട്. സോ ഒബ്വിയസ്ലി യു ഹാവ് ടു അപ്ലൈ ട്രിഗണോമെട്രി there. എങ്ങനെ അപ്ലൈ ചെയ്യാം? വാട്ട് ഇസ് ദ ആംഗിൾ? 90 ഡിഗ്രി അല്ലാത്ത ആംഗിൾ ആരാണ്? 30 ഡിഗ്രി. So 30 degree, okay, നോക്കുക is equal to 30 degree ആംഗിളിനെ സംബന്ധിച്ച് മെഷർമെന്റ് ഉള്ള സൈഡ്. ഓക്കെ, 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് മെഷർമെന്റ് ഉള്ള സൈഡ് എന്താണ്? ഇവിടെ വന്നിട്ട് നോക്കിയാൽ ഇത് ആരാണ്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. സോ എനിക്ക് പറയാൻ പറ്റും GW. ഓക്കെ, GW എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇനി എനിക്ക് മെഷർമെന്റ് കണ്ടുപിടിക്കേണ്ട സൈഡ്. ഓക്കെ, മെഷർമെന്റ് കണ്ടുപിടിക്കേണ്ട സൈഡ് എന്താണ്? ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ചില കുട്ടികൾ അഡ്ജസന്റ് എന്നൊക്കെ എഴുതിയിരിക്കും, തെറ്റാണ്. അഡ്ജസന്റ് അല്ല. 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ഈ സൈഡ് ആരാണ്? അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഹൈപ്പോട്ടിന്യൂസ്, അതിന് മാറ്റമില്ല. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും GW divided by LW, that is opposite side divided by hypotenuse. Opposite side divided by hypotenuse എന്ന് പറയുന്നത് ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ട്രിഗണോമെട്രിക് റേഷ്യോ sin there. ഓക്കെ, സോ നമ്മൾ എഴുതി sin 30 is equal to എന്താണ്? Opposite side divided by hypotenuse and which is given by GW divided by LW there. ഓക്കെ, ഇനി നമുക്ക് ബാക്കി അപ്ലൈ ചെയ്യാം. What is the value of sin 30? From the trigonometric ratio table, the value of sin 30 is 1/2. Okay, so we have to substitute that there. 1 divided by 2 is equal to, okay, what is the measurement of GW? GW is 6 meter. Okay, 6 divided by what is the measurement of LW? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. So LW is equal to, okay, so 1/2 is equal to 6 by LW, that is the length of the ladder. Okay, അപ്പോൾ എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇവിടെ എഴുതാൻ പറ്റും 1 into LW is equal to 2 into 6 which is equal to 12, and നമ്മുടെ ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുള്ളത് മീറ്ററിലാണ്. So L is equal to LW is equal to 12 meter, that is the length of the ladder. Okay, the length of the ladder എന്ന് പറയുന്നത് എത്രയാണ്? എനിക്ക് 12 meter ആണ് കിട്ടിയിട്ടുള്ളത്, and it is our option C there. Okay, very simple approach ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. I hope this is clear for all of you. So this is the second sub question based on the same case study question provided to you. Okay, so let us see what the question is. If fireman places the ladder 5 meter away from the wall. Okay, ഈ fireman എന്ത് ചെയ്യുന്നു? ഈ ladder നമ്മുടെ വാളിൽ നിന്നും 5 മീറ്റർ, okay, 5 മീറ്റർ ദൂരത്തിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ, and the angle of elevation is observed to be 30 degree. Angle of elevation എന്ന് പറയുമ്പോൾ എന്താണ്? Observer is below the object. Okay, ആ രീതിയിലാണ്. ഒബ്സർവർ ആരാണ്? നമ്മുടെ ഫയർമാൻ ആണ് അല്ലേ. സോ ഫയർമാൻ എവിടെയാണ്? നമ്മുടെ ഒബ്ജക്റ്റ് നമ്മുടെ വിൻഡോ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആംഗിൾ ഓഫ് ഇലവേഷൻ, ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് ഇലവേഷൻ 30 ഡിഗ്രി ആണ്. Then the length of the ladder is, അങ്ങനെയാണെങ്കിൽ ലാഡറിന്റെ ലെങ്ത് എത്രയാണ്? That is your question. Okay, so let us attempt that. അപ്പോൾ എന്താണ്? We have to apply what their trigonometry ആണെന്നുണ്ടെങ്കിൽ the situation should be diagrammatically represented using a right angle triangle. Okay, so suppose this is the right angle triangle there, and ഇവിടെ മാർക്ക് ചെയ്യാം. Fireman places a ladder 5 meter away from the wall. Okay, so this is the window and this is the ground. Okay, the ground, that is foot of the wall. Okay, and this is the ladder. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള രീതി അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ആ ലാഡർ എന്ന് പറയുന്നത് എവിടെയാണ്? 5 meter away from the foot of the wall. വാളിന്റെ ഫൂട്ട് ഇതാണ്. ഓക്കെ, ഈ ഫൂട്ടിൽ നിന്നും
5 meter ദൂരത്തിലാണ് എന്ത് വെച്ചിട്ടുള്ളത് ഈ ladder വെച്ചിട്ടുള്ളത് ladderന്റെ foot ഉള്ളത് and the angle of elevation very very important what is the angle of elevation എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ observer should be below the object is the window and the observer ആരാണ് നമ്മുടെ fireman ആണ് okay അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the angle between the horizontal and the line of sight ഇതാണ് angle of elevation അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ fireman is here and this is the window object is here അങ്ങനെയാണെങ്കിൽ this is the horizontal so നമുക്ക് പറയാൻ പറ്റും ഈ angle ആണ് 30 degree okay this angle is 30 degree in measurement is it clear angle of elevation the concept of angle of elevation is very very important ഒരു question നിങ്ങൾക്ക് തരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണം whether it is provided like angle of elevation or angle of depression okay അത് correct ആയിട്ട് അതിന്റെ concept മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് okay next is then the length of the ladder is അങ്ങനെയാണെങ്കിൽ ആ ladderന്റെ length എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് so in this question എന്താണ് we got a right angle triangle here and നമുക്ക് ഇവിടെ എന്ത് വേണം ladderന്റെ height വേണം WL we need the length of the ladder here അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I have to consider this triangle as a right angle triangle that is in right angle triangle WGL okay WGL എന്തെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് one side and an angle other than the 90 degree angle that is you have to apply trigonometry there okay trigonometry ആണ് apply ചെയ്യേണ്ടത് okay so the angle is 30 degree in measurement and ഈ 30 degree angle നെ സംബന്ധിച്ച് എനിക്ക് മെഷർമെന്റ് തന്നിട്ടുള്ള സൈഡ് അതിന്റെ ആരാണ് അതിന്റെ adjacent സൈഡ് ആണ് ഈ ആംഗിൾ മേക്ക് ചെയ്തിട്ടുള്ള ഹൈപ്പോട്ടിന്യൂസ് അല്ലാത്ത മറ്റൊരു സൈഡ് ആണ് അതാരാണ് അതിന്റെ adjacent സൈഡ് ആണ് okay adjacent സൈഡ് ആണ് divided by ഇനി എനിക്ക് മെഷർമെന്റ് കണ്ടുപിടിക്കേണ്ട സൈഡ് ആരാണ് length of the ladder that is the hypotenuse of this right angle triangle WGL so adjacent side divided by hypotenuse okay and adjacent side ആരാണ് നമ്മുടെ GL ആണ് divided by hypotenuse ആരാണ് WL okay and adjacent side divided by hypotenuse is given by which trigonometric ratio it is given by cos okay cos of the angle other than the 90 degree angle okay so cos 30 and you know what is the value of cos 30 from the trigonometric ratio table the value of cos 30 is √3 divided by 2 okay so √3 by 2 √3 divided by 2 is equal to adjacent side is provided like 5 meter in numerical measurement so 5 divided by hypotenuse നമുക്ക് അറിയില്ല അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് so നമുക്ക് നോക്കാം √3h okay √3h is equal to 2 into 5 which is equal to 10 in measurement and we will get like height okay അല്ലെങ്കിൽ hypotenuse the length of the ladder or the hypotenuse of the right angle triangle like 10 divided by √3 meter okay so the length of the ladder is 10 divided by √3 meter when you are provided with this situation that is the ladder is placed 5 meter away from the wall and the angle of elevation observed to be 30 degree then the length of the ladder is 10 by √3 meter and that is our option B there clear so let us see what the third sub question is okay and the question is if fireman places a ladder 2.5 meter away from the wall okay നമുക്ക് നേരത്തെ തന്ന സിറ്റുവേഷൻ മറ്റൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ ലാഡർ ഗ്രൗണ്ടിൽ നിന്നും 2.5 മീറ്റർ ദൂരത്തിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ okay suppose this is a wall and this is the ladder sorry so ഇത് horizontal ആണെന്ന് കൺസിഡർ ചെയ്താൽ ലാഡർ എന്ത് ചെയ്യുന്നു 2.5 meter along the ground away എന്ത് ചെയ്യുന്നു പ്ലേസ് ചെയ്യുന്നു okay അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ the angle of elevation observed is 60 degree that is the angle between the line of sight okay and the horizontal and line of sight എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക angle of elevation ആണെങ്കിൽ observer is below the object there okay so then find the height of the window you have to find the height of the window from the ground level okay so this has to be considered as a right angle triangle when represented diagrammatically okay so suppose this is the diagram and this is the window this is the ground and this is the foot of the ladder okay the foot of the wall adupole foot of the ladder
According to the situation provided here, the ladder is placed 2.5 meter away. Okay, 2.5 meter away from the wall. Okay, the ladder, the foot of the ladder is placed 2.5 meter away from the wall, and the angle of elevation is observed to be 60 degree. This is the object. Okay, this is the object and this is the observer. Okay, so അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് angle of elevation എവിടെ വരും? ദാ ഇവിടെയാണ് വരിക. It is 60 degree. Okay, angle of elevation is 60 degree. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ let us see what happens. We have to find the height of the window. നമുക്ക് വേണ്ട എന്താണ്? വിൻഡോയുടെ ഹൈറ്റ് ആണ് കേട്ടോ. That is ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. Okay, so ഞാൻ എന്ത് ചെയ്യുന്നു? I'm going to apply trigonometry there in right angle triangle WGL. The angle other than 90 degree provided there is 60 degree in measurement, and ഈ ആംഗിളിനെ സംബന്ധിച്ച് മെഷർമെന്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് GL ആണ്, and അതതിന്റെ adjacent side ആണ്. Okay, adjacent side divided by, ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആണ് GW. Okay, opposite side. Okay, which is given by GL. Okay, GL. Okay, divided by നമുക്ക് എന്താണ്? Opposite side ആരാണ്? WG. WG. Okay, so adjacent side divided by opposite side എന്ന് പറഞ്ഞാൽ ആരാണ്? is given by chord. Okay, chord ആണ് കേട്ടോ. From the trigonometric ratio table it is given by chord. Okay, നിങ്ങൾക്ക് വേണമെങ്കിൽ tan ആയിട്ടും എടുക്കാം കേട്ടോ. എനിക്ക് ഈ റേഷ്യോ തിരിച്ചെടുക്കണം എന്നേ ഉള്ളൂ. അതേ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. Okay, so cot 60 is equal to adjacent side divided by opposite side. Okay, but what is the value of cot 60? From the trigonometric ratio table it is 1 by root 3. കാരണം എന്താണ്? tan 60 root 3 ആണ്. So അതിന്റെ റെസിപ്രോക്കൽ വരുമ്പോൾ 1 by root 3 ആ വരിക. So 1 by root 3 is equal to adjacent side is 2.5 meter. Okay, 2.5 divided by opposite side. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആരാണ്? നമ്മുടെ WG. Okay, so WG ആണ് വേണ്ടത്. That is എന്താണ്? The height of the window from the ground. Okay, so എനിക്ക് പറയാൻ പറ്റും WG is equal to 2.5 root 3. And the question you are asked to take the value of root 3 as 1.73. Okay, so is equal to 2.5 into 1.73, which is equal to 4.325. Okay, so 4.325 is the answer. When 2.5 is multiplied with 1.73, we will get like 4.325. Yes, that is the answer. Our option A is the right answer. Okay, 4.325 meter. Okay, meter is very very important because നമുക്ക് ഇവിടെ dimensions തന്നിട്ടുണ്ട്, length ആണ് അല്ലേ. So meterൽ തന്നെ യൂണിറ്റ് അവിടെ റെപ്രസെന്റ് ചെയ്യാം. It is very very important. Okay, so 4.325 meter is the height. Okay, height of the window from the ground level when the ladder is, the foot of the ladder is placed 2.5 meter away from the foot of the wall. Okay, and the angle of elevation is observed to be 60 degree measurement. Clear? So let us move to the next question, and the question is, actually it's a very simple question. Okay, if you know a simple trick in trigonometry, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി ആണ്. ഈ 45 ഡിഗ്രി കിട്ടുമ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഓക്കെ 90 ഡിഗ്രി അല്ലാത്ത മറ്റൊരു ആംഗിൾ 45 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഇപ്പുറത്തെ ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആണ്. കാരണം എന്താണ്? ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. And angles and property of a triangle അനുസരിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഇത് ടോട്ടലി എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്, ഇത് 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 45 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് എനിക്ക് പറയാൻ പറ്റും എന്താ? ഒരു ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് വരുന്നത്. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഇത് എന്തായിരിക്കും? 45 ഡിഗ്രി ആംഗിൾ ആണ് 90 ഡിഗ്രി അല്ലാത്ത ആംഗിൾ വരുന്നുണ്ടെങ്കിൽ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. ഈ കാര്യം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കേണ്ടി വരില്ല. ഓക്കെ, സപ്പോസ് ഞാൻ ABC എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ എന്താണ്? ഹൈറ്റ് ഓഫ് ദ വിൻഡോ 8 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 8 മീറ്റർ ആണെങ്കിൽ ഈ ആംഗിളിന്റെ 8 മീറ്റർ ആയിരിക്കും എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫുട്ട് ഓഫ് ദ വാൾ ആൻഡ് ദ ലാഡർ. അങ്ങനെയാണെങ്കിൽ which is 8 meter in measurement. So that is our answer there, 8 meter. Option D.
Clear? അപ്പോൾ ഈ കാര്യം മറന്നു പോകരുത്. എന്താണ്? When you are provided with the angle other than 90 degree as 45 degree in measurement, അപ്പോൾ ആലോചിക്കുക, the right angle triangle is isosceles right angle triangle, that is the perpendicular sides of that right angle triangle are equal in measurement. And ആ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിച്ചാൽ ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അധികം സമയം എടുക്കില്ല. Clear? So let us move to the last sub question from the question. നോക്കാം എന്താ പറയുന്നത്? If the fireman gets a 9 meter long ladder and window is at 6 meter height, okay, then how far should the ladder be placed? Okay, so അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ആൻഡ് നമ്മളോട് എന്താ പറയുന്നത്? ഫയർമാൻ കൊണ്ടുവന്ന ലാഡർ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 മീറ്റർ ആണ്. ആൻഡ് വിൻഡോ എന്ന് പറയുന്നത് 6 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. ഓക്കെ, 6 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ഷുഡ് ദ ലാഡർ ബി പ്ലേസ്ഡ്? ഈ ലാഡർ എത്ര ദൂരത്തിൽ, ദാറ്റ് ഈസ് എത്ര ദൂരത്തിൽ, ഫുട്ട് ഓഫ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ വാൾ നമ്മൾ എത്ര ഡിസ്റ്റൻസിൽ വെക്കണം? ഇവിടെ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് the measurement of two of the sides. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, one of the perpendicular side. ഇവിടെ നമ്മൾ ട്രിഗണോമെട്രി അല്ല ഉപയോഗിക്കേണ്ടത്. we have to use what? Pythagoras theorem. Okay, നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? Pythagoras theorem. Very very important. Right angle triangle നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഒന്നുകിൽ ട്രിഗണോമെട്രി അല്ലെങ്കിൽ Pythagoras theorem. അപ്പോൾ എപ്പോ ഏത് ഉപയോഗിക്കണം? നിങ്ങൾക്ക് തന്നിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സിന്റെ മെഷർമെന്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ the third side കണ്ടുപിടിക്കാൻ you can use Pythagoras theorem. If you are provided with one of the side and one of the angle other than the 90 degree angle in the triangle, then you have to apply trigonometry there. Okay, so നമുക്ക് നോക്കാം by Pythagoras theorem എന്താണ്? QL. Okay, QL എന്ന് പറയുന്നത് perpendicular side ആണ് അല്ലേ? So QL square is equal to hypotenuse square, WL square minus the perpendicular. Okay, WG square, which is equal to 9 square, okay, minus 6 square, which is equal to എനിക്ക് കിട്ടുന്നത് എന്താണ്? 81 minus 36, okay, which is equal to 45. Okay, 45. That is QL square is equal to 45. Therefore, QL is equal to square root of 45, and 45 can be written as 5 into 9, which is equal to 3 root 5 meter. Okay, so ഇപ്പോൾ ഇവര് തന്നിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്താണ്? ഫയർമാൻ കൊണ്ടുവന്ന ലാഡർ 9 മീറ്ററും ഈ വിൻഡോ 6 മീറ്റർ ഉയരത്തിലുമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇത് പ്ലേസ് ചെയ്യേണ്ട, ദാറ്റ് ഈസ് ഇത് പ്ലേസ് ചെയ്യേണ്ട ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്നാ പറയുന്നത്? 3 root 5 മീറ്റർ ആണെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ആരെ ഉപയോഗിച്ചത്? Pythagoras theorem ആണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി അതിലേക്ക് ഒരു തുടക്കമായി കിട്ടും. ഇത് എൻറ്റയർ അല്ല, ബിക്കോസ് ഇതിന്റെ അഡ്വാൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ചെയ്യാനായിട്ടുണ്ട്. ഇത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ പല ഡയമെൻഷൻസ് ആണ് നമ്മൾ ഈ 5 സബ് ക്വസ്റ്റ്യൻസിലൂടെയും ഈ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ചെയ്തത്. I hope all of you understood, and thank you very much.